വാൾ കൊടുത്തു. മനുഷ്യനവിടെ കയറാൻ പറ്റില്ല. മനുഷ്യൻ ദൈവവുമായിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഉടമ്പടി ബ്രേക്ക് ചെയ്തു. എന്താണ് ഉടമ്പടി? ഇത് മാറുന്നു. ഇത് കഴിഞ്ഞ് ദൈവം വീണ്ടും ശിക്ഷ, അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്നു, ഉടമ്പടി ഉണ്ടാക്കുന്നു, മനുഷ്യൻ ഉടമ്പടി ബ്രേക്ക് ചെയ്യുന്നു, മനുഷ്യനെ ശിക്ഷ കിട്ടുന്നു, തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ തന്നെ ഒരു രക്ഷയുടെ സന്ദേശം പറയുന്നുണ്ട്. എന്താണ് രക്ഷയുടെ സന്ദേശം? നീയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ, ആര് തമ്മിൽ? നീയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഒരു പോരാട്ടം നടക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ആരോടാ പറയുന്നത്? പാമ്പിനോട്. എന്താ പറയുന്നത്? നീയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ പോരാട്ടം നടക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ആരായി സ്ത്രീയുടെ സന്തതി? ആരാണ് ഈ സ്ത്രീ? ആരായി സ്ത്രീ? അതുകൊണ്ടാണ് മാതാവിനോട് പറയുന്നത്, അന്തോണിയാനോട് പറയാം. മനസ്സിലായോ? എന്ത് സ്ത്രീ എന്ന് പറഞ്ഞ ആരാണ്? സ്ത്രീയുടെ സന്തതി ആരാണ്? അല്ല, യേശു. സ്ത്രീയുടെ സന്തതി ആരാണ്? അപ്പൊ സ്ത്രീയുടെ സന്തതിയായ യേശു നിന്റെ തലയെ തകർക്കും. ആരുടെ തല? സാത്താന്റെ തലയെ തകർക്കും. ഒന്നുകൂടെ പറയും, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടോ? സ്ലോ ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ്. തോട്ടം, ഏവാൾ, ആദം, കനി, 2 മരം, കനി തിന്നരുതെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം കൂടെ പറഞ്ഞോ? എല്ലാവരും ചേർന്ന് പറഞ്ഞോ? ആദം, ഏവാൾ, തോട്ടം, 2 മരം, കനി തിന്നരുതെന്ന് പറയുന്നു. എല്ലാവരും പറഞ്ഞോ? പുറത്താക്കി കഴിഞ്ഞ സമയത്ത് വാഴമരത്തിന് ചുറ്റും ദൂതനെ നിർത്തി, വാഴ കൊടുത്ത് കാവൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്താണ്? നീയും, ആര് നീ എന്ന് പറഞ്ഞാൽ സാത്താൻ, പാമ്പ്, നീയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ പോരാട്ടം നടക്കും. സ്ത്രീയുടെ സന്തതിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ആരാണ്? സ്ത്രീയുടെ സന്തതി ആരാണ്? യേശു. അപ്പൊ യേശു ആരെ തകർക്കും? ഇതാണ് ആദ്യത്തെ ഉടമ്പടി. ഉടമ്പടിയുടെ എന്താണ്? ലംഘനം, അതിന്റെ ശിക്ഷ, അതിന്റെ രക്ഷ. ദൈവം എപ്പോഴും ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തരും? അതിന്റെ ഒപ്പം എന്ത് പറയും? രക്ഷയുടെ ഒരു മാർഗം. രക്ഷ തമ്മിൽ എന്താ പറയും? ശിക്ഷ തരുന്നതിനൊപ്പം, ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? പണിഷ്മെന്റ്, ദണ്ഡന തരുമ്പോൾ തന്നെ എന്ത് തരുന്നു? മീറ്റിനുള്ള കാര്യം കൂടെ പറയുന്നു. അപ്പൊ ഒന്നാമത്തെ ഉടമ്പടി ബ്രേക്ക് ചെയ്യുന്നു. ആ ഉടമ്പടി ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താണ്? ഇതിൽ നിന്നുള്ള, ഈ ഉടമ്പടി ലംഘിച്ചതിനുള്ള ശിക്ഷയിൽ നിന്നുള്ള, ദണ്ഡനയിൽ നിന്നുള്ള മീറ്റിനുള്ള മാർഗം, വഴികൾ ആയി പറഞ്ഞിരുന്നു ഈശ്വർ. ഇതാണ് ഒന്നാമത്തെ ഉടമ്പടി. ഒന്നാമത്തെ ഉടമ്പടി. ഈ 2 ഒരു എന്തായിരിക്കാം രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞ് ഏതായിരിക്കാം? എന്ന് പറഞ്ഞ ഏതായിരിക്കും രണ്ടാമത്തെ ഉടമ്പടി? ആർക്കെങ്കിലും തെറ്റിക്കോട്ടെ? നിങ്ങളിത് കേട്ടിട്ട് സബ്ജക്റ്റ് ആരും കേട്ടിട്ടില്ലേ? പള്ളിയിലൊന്നും ജ്ഞാനങ്ങളുടെ കാര്യം പറയുന്നില്ല. രണ്ടാമത്തെ ഉടമ്പടി നോഹയുമായിട്ട് ഉടമ്പടി. ആരായിട്ട്? നോവ. പറയുമ്പോൾ എന്താണ് നോവ? 5 വയസ്സായി. ഈ പറയുന്ന ഭയങ്കര പ്രസംഗിക്കാനാണ്. തിരിച്ചുപിടി. ആരായിട്ട് ഉടമ്പടി? നോവയുമായിട്ട് ഉടമ്പടി ഉണ്ടാവും. അപ്പൊ ആദാമിന്റെ കാലം കഴിഞ്ഞ് 10 തലമുറ കഴിഞ്ഞിട്ടാണ്
ടച്ച് തൊഴിലല്ല, വേട്ടയാടലല്ല, ആടിനെ മേയ്ക്കൽ. അന്ന് കഴിച്ച് എന്ത് തൊഴിലായിരുന്നു? ആട് മേയ്ക്കുന്ന തൊഴിൽ നടത്തിക്കൊണ്ടിരുന്ന നോവയുടെ അടുത്ത് പറയുന്നു, പെട്ടമുണ്ടാക്കാൻ പറഞ്ഞു. പെട്ടമുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? മരം വേണം, പണിസാധനം വേണം, ഇതൊക്കെ വേണം. അല്ലെങ്കിൽ മിനിമം ഈ തച്ച് തൊഴിൽ പണിയറിയണം. നോവയ്ക്ക് ഒരു പണി അറിയില്ല, തച്ച് തൊഴിൽ അറിയില്ല. പക്ഷെ ദൈവം പറഞ്ഞു പെട്ടമുണ്ടാക്കാൻ പറഞ്ഞു. നോവ പെട്ടമുണ്ടാക്കി. എവിടെ ഉണ്ടാക്കി? സാധാരണഗതിയിൽ ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ പോകുന്ന സമയത്ത് ഈ കടലിനോട് ചേർന്ന് ഈ ബോട്ട് ഉണ്ടാക്കുന്ന ഈ ആടുകൾ, ബോട്ടിൽ ഈ ആടുകൾ എന്താ കാരണം? ബോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കടലിലേക്ക് കൊണ്ടുപോകാൻ ഈസി ആയിട്ടുള്ള നഗരങ്ങളൊക്കെ പോകുമ്പോൾ കടലിനോട് ചേർന്നാണ് കാണുന്നത്. പക്ഷെ ഇതുണ്ടാക്കിയത് പറഞ്ഞത് ബോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത് മലയുടെ മുകളിൽ പോയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. എവിടെ? മലയുടെ മുകളിൽ പോയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരു നോർമൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണോ ഉണ്ടാക്കണമെങ്കിൽ എവിടെ ഉണ്ടാക്കണം? കടലിനോട് ചേർന്ന് ഉണ്ടാക്കണം. നല്ല കടലിൽ പോയി എടുക്കും. പക്ഷെ ഇവിടെ എന്താ ഉണ്ടാക്കി? അവിടെ ഉണ്ടാക്കിയത് മലയുടെ മുകളിൽ. അപ്പം മലയുടെ മുകളിൽ വരുന്നത് ഈ ബോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ദൈവം നോഹയോട് പറഞ്ഞു, നീ പോയി പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? മഴ പെയ്യും, പ്രളയത്തിന് എന്താ പറയുക? ഫ്ലഡിന് എന്താ പറയുക? വെള്ളപ്പെരുക്കൽ. ഫ്ലഡ് വരും. ആ വരുന്ന സമയത്ത് എല്ലാവരും മരിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ എന്താ മനം തിരുമ്പി പാപത്തിൽ നിന്ന് പിന്മാറണമെന്നാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞെന്താണ്? മലയുടെ മുകളിൽ വെള്ളം കയറിയിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ മരിക്കുക. ഇവനെന്താണ്? നോവയ്ക്ക് എന്താണ്? വൈദ്യം. അത് അവിടെയുള്ള ആളുകൾ പറഞ്ഞതിന് മഴ പെയ്തോ? വെള്ളപ്പെരുക്കുണ്ടായോ? ഉണ്ടായോ? അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ മരിച്ചു. പെട്ടെന്ന് കയറിയ ആളുകൾ രക്ഷപ്പെട്ടു. എത്ര ആളുകൾ രക്ഷപ്പെട്ടു? എത്ര നമ്പർ പറഞ്ഞു? എത്ര ആളെ രക്ഷപ്പെട്ടു? നോവയുടെ പിള്ളേകൾ മലയിനി. അപ്പൊ എത്ര പിള്ളേകൾ? 3. അപ്പൊ എത്ര ആളെ രക്ഷപ്പെട്ടു? എത്ര പേര് രക്ഷപ്പെട്ടു? ദൈവം സ്ത്രീ പുരുഷന്റെ കൂട്ടായി സ്ത്രീയെ കൊടുത്തു. നോവയുടെ 3 പിള്ളേർ തീരുമാനം കഴിഞ്ഞ ആളുകളായിരുന്നു. അപ്പൊ എന്താണ് ബൈബിൾ പറയുന്ന മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഏകനായിരിക്കുന്നത് എന്താ? സിംഗിളായിരിക്കുന്നത് എടുത്ത് പ്രായമാകുന്നോ കല്യാണം കഴിഞ്ഞില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പെട്ടകത്തിനുള്ളിൽ എത്ര പേരുണ്ടായിരുന്നു? നോവയുടെ മനേവി, 3 പിള്ളേകൾ, ആ പിള്ളേരുടെ മനേവി. അപ്പൊ എത്രയും 8 പേര്. അപ്പൊ പെട്ടകത്തിനുള്ളിൽ എത്ര മനുഷ്യൻ രക്ഷപ്പെട്ടു? ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു. എത്ര പേര് രക്ഷപ്പെട്ടു? 8 പേര് രക്ഷപ്പെട്ടു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യും. ഈ നോവയുടെ 3 പിള്ളേരുടെ പേരുണ്ടായിരുന്നു. പറഞ്ഞോ? നോക്കിയിട്ടായിരുന്നു വായിക്കേ. പറഞ്ഞോ? അത് തന്നെ. പല ബൈബിളിലെ ഇംഗ്ലീഷ് ബൈബിളിലാണ് ഹാം, ഷേം, യാഫേത്ത് തമ്മിൽ എന്താണ്? ഹാം, ഷേം, യാഫേത്ത് 3 പേര് ഉണ്ടായി. ആ 3 പേരും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ 8 പേര് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട് കഴിഞ്ഞ സമയത്ത് ശ്രദ്ധിക്കുക, പാപികളെ മുഴുവൻ മാറ്റി കൊന്നുകളഞ്ഞു കടത്തി നീതിമാന്മാരെ രക്ഷ പ്രാപിച്ചു. ആ
ആ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നോഹയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. എന്താണ് ഉടമ്പടി? എന്താ ഉടമ്പടി? ഇനി ഉലകത്തിൽ വെള്ളത്തിൽ മുക്കി ആരെയും മനുഷ്യരെ കൊല്ലില്ല എന്നൊരു കോൺട്രാക്ട്. അതുകൊണ്ടാണ് സുനാമി വന്നിട്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടതില്ല, നമുക്ക് അടിച്ചു പോയി. സുനാമി വന്നിട്ട് കന്യാകുമാരി ജില്ലയിലുള്ള ആളുകൾ അവിടെ കുറച്ച് പേര് പോയെങ്കിലും ബാക്കി ആളുകൾ അവിടെ നിന്നതിന്റെ കാരണം മുഴുവൻ ആളുകളെ